എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിബു മേരിലയാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ വന്നിരിക്കുന്നത്, ഞാൻ ഇടയ്ക്കൊരു വീഡിയോ ചെയ്തായിരുന്നു. വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. കുറേ ആൾക്കാർ കണ്ടു, ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. ആരൊക്കെ ഷെയർ ചെയ്തെന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് വീണ്ടും വീണ്ടും ദുഃഖകരമായ വാർത്തകളാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം റൂട്ടിൽ, കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം റൂട്ടിൽ പനവേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 2 പെൺകുട്ടികൾ അവരുടെ ജോലിക്കായിട്ട് പോകാനായിട്ട് നിന്ന സമയത്ത് ഒരു വണ്ടി പാഞ്ഞു വന്ന് ഇടിച്ചതായിട്ട് ഇന്നൊരു ന്യൂസ് കേൾക്കാനിടയായി. വളരെ സങ്കടം ഉണ്ടായ ഒരു കാര്യമാണ്. ഈ മരിച്ചവർ തികച്ചും നിരപരാധികളാണ്. അവരുടെ ജോലിക്ക് അവർ പോയതാണ്. അവരുടെ വാഹനത്തിന് വേണ്ടി അവർ കാത്തു നിന്നതാണ്. നമ്മളൊന്ന് വിചാരിക്കുക, നമ്മൾ ഈ വാഹനം ഓടിക്കുന്നവർ ഒരുപക്ഷെ അവർ ഉറങ്ങിയതാവാം. അങ്ങനെ ഉറങ്ങാതിരിക്കാൻ ഞാൻ അതിനുള്ള ആ വീഡിയോയിൽ ഞാൻ അവർക്ക് പറഞ്ഞിരുന്നു. നമുക്ക് ഉറക്കം വരികയാണെങ്കിൽ, ഉറക്കം വരുന്നെന്ന് നമുക്ക് തോന്നലുണ്ടെങ്കിൽ, നമ്മൾ അല്പസമയം വണ്ടി നിർത്തി നമ്മൾ നല്ല രീതിയിൽ വണ്ടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ മുഖം നല്ല രീതിയിൽ കഴുകി ഒരു കാപ്പിയോ ഒരു ചായ എന്തെങ്കിലും കുടിച്ച് വീണ്ടും വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ നമുക്കൊരു പക്ഷേ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഒഴിവാവാം. പിന്നെ അമിത സ്പീഡ് നമ്മൾ ഒഴിവാക്കുക. അമിത സ്പീഡ് നമുക്ക് പലപ്പോഴും അപകടം വിളിച്ചു വരുത്തും. നമുക്ക് അപകടങ്ങൾ വരുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവാതെ നമ്മൾ ദയവായി ശ്രദ്ധിക്കണം. മറ്റുള്ളവർ നമ്മളെ കാത്ത് നമ്മുടെ വീട്ടിൽ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. മരിച്ചവർക്ക് അവരുടെ കുഞ്ഞുങ്ങൾ കാണും, പിഞ്ചു കുട്ടികളൊക്കെ അവർക്ക് കാണും. അവരുടെ അമ്മ നഷ്ടപ്പെട്ട വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതായിരിക്കത്തില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. കഴിവതും നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ 1 മിനിറ്റ് പ്രാർത്ഥിച്ചിറങ്ങുക. വണ്ടി ഓടിക്കുന്നവരായാലും യാത്ര പോകുന്നവരായാലും നമ്മുടെ ദൈവത്തോട്, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് 1 മിനിറ്റ് പ്രാർത്ഥിച്ച് നമ്മൾ ഇറങ്ങുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.